Good evening, all of you, and welcome to the world of statistics. ഇന്നത്തെ വീഡിയോയിൽ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം പ്രോബബിലിറ്റി ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തു കുറേ നാളായിട്ട് പ്രോബബിലിറ്റിയുടെ വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ചുമ്മാ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല പ്രോബബിലിറ്റി. ശരിക്കും അതിന്റെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയാലേ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് പോലും പ്രോബബിലിറ്റി നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോ ഈവൻ നമ്മൾ ഇപ്പൊ ഡിഗ്രി കുട്ടികളാണെങ്കിൽ പോലും പ്രോബബിലിറ്റി എന്ന് കാണുമ്പോൾ തന്നെ കൺഫ്യൂസിങ് ആണ് എന്ന് പറഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പ്രോബബിലിറ്റിയുടെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പൊ നമ്മളൊരു 100 പ്രോബ്ലംസ് ഡെയിലി ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എഗൈൻ ഒരു 1000 പ്രോബ്ലംസ് പിന്നെയും ബാക്കിയുണ്ട്. സോ അത്രയ്ക്ക് വേസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് പ്രോബബിലിറ്റി. സോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ പഠിപ്പിക്കാം അങ്ങനെയല്ല. ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് എങ്ങനെ ചെയ്യണം എന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ വളരെ ബേസിക് ആയിട്ടുള്ള എലിമെന്ററി കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലംസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി പോകാം. പക്ഷെ ഒട്ടും പ്രോബബിലിറ്റിയെ പറ്റി അറിയാത്ത ഒരാൾക്ക് പെട്ടെന്ന് ഒരു പ്രോബ്ലം അപ്രോച്ചിലിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് കുറച്ച് ടേംസ് ഉണ്ടാവും ക്വസ്റ്റ്യനിലൊക്കെ. ഇപ്പൊ ചില ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്ന് നോക്കിയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈക്വലി ലൈക്ലി ആണോ, അപ്പൊ അങ്ങനത്തെ ടേംസ് ഒക്കെ നോക്കി ചെയ്യേണ്ട പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊക്കെ നോക്കാനും കൂടെ നമ്മൾ അറിയണം. പിന്നെ ചില പ്രോബ്ലംസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെന്റൻസ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. നമുക്ക് അതിന്റെ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് ആക്കി എടുക്കണം. അതായത് ഇപ്പൊ യൂണിയനിലോ ഇന്റർസെക്ഷനിലോ കോംപ്ലിമെന്റിലോ ഒക്കെ ആക്കി എടുക്കേണ്ട സിറ്റുവേഷൻസ് വരും. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാണ്ട് ഡയറക്റ്റ് ഒരു പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. പിന്നെ നമുക്കത് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ അതുകൊണ്ട് വളരെ എലിമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2 events are said to be independent if രണ്ട് ഇവന്റുകൾ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ഒന്ന്, each outcome has equal chance of occurrences. രണ്ട്, there is no common point in between them. മൂന്ന്, one does not affect the occurrence of the other and both the events has only one point. ആക്ച്വലി ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിനും 4 ടേംസ് ഉണ്ട്. അപ്പൊ അതിൽ ഇൻഡിപെൻഡന്റ് ഏതാണെന്ന് അറിഞ്ഞാലല്ലേ നമുക്കിത് ആൻസർ ചെയ്യാനായിട്ട് പറ്റൂ. സോ നമുക്ക് കുറച്ച് തിയറട്ടിക്കൽ കാര്യങ്ങൾ നോക്കാം. നമ്മളൊരു പ്രോബബിലിറ്റി അപ്രോച്ച് ചെയ്യുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുഞ്ഞു കുഞ്ഞു ടേംസ് ആണ് ട്രയൽസ്, ഔട്ട്കം, സാമ്പിൾ പോയിന്റ്, ഇവന്റ്, സാമ്പിൾ സ്പേസ് എക്സെട്ര. സോ ഞാൻ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് അത്രയും ടേംസ് പറയാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡിഗ്രിയുടെ ഇപ്പം ഈ നമ്മുടെ ഇൻവെസ്റ്റിഗേറ്ററിന്റെ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകളിലൊക്കെ വളരെ വാസ്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം. തത്കാലം സിമ്പിൾ ആയിട്ട് പറയാം. വാട്ട് ഇസ് ട്രയൽസ്? നമുക്കറിയാം ഒരു പ്രോബബിലിറ്റി അസോസിയേറ്റ് ചെയ്യുന്നത് ഒരു റാൻഡം എക്സ്പെരിമെന്റിലാണ്. റാൻഡം എക്സ്പെരിമെന്റിന്റെ പ്രത്യേകത എന്താ? നമുക്ക് പോസിബിൾ ഔട്ട്കംസ് മാത്രമേ അറിയുള്ളൂ, ആക്ച്വൽ ഔട്ട്കം അറിയില്ല. ശരിയല്ലേ? അങ്ങനെ എനി പെർഫോമൻസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്, ഒരു റാൻഡം എക്സ്പെരിമെന്റിന്റെ ഒരു പെർഫോമൻസിനെ വിളിക്കുന്ന പേരാണ് ട്രയൽ. ഒരു പ്രാവശ്യം ഒരു കോയിൻ ടോസ് ചെയ്താൽ ഒരു ട്രയലായി. ഇനി എന്താണ് ഔട്ട്കം? അങ്ങനെ ഒരു ട്രയൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കംസ്, അതായത് അതിന്റെ റിസൾട്ടിനെയാണ് നമ്മൾ ഔട്ട്കംസ് എന്ന് വിളിക്കുന്നത്. ചിലപ്പോൾ കുറെ ഔട്ട്കംസ് ഉണ്ടാവും, പോസിബിലിറ്റീസ് ആണല്ലോ ഉള്ളത്. അപ്പോൾ കുറെ ഔട്ട്കംസ് ഉണ്ടാവും, ചിലപ്പോൾ ഒരു ഔട്ട്കം ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഇസ്. ആൻഡ് വാട്ട് ഇസ് സാമ്പിൾ പോയിന്റ്? സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് എനി സിംഗിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെന്റ്. സിംഗിൾ ഔട്ട്കംസിനെയാണ് സാമ്പിൾ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ഇവന്റ് എന്ന് പറഞ്ഞാലോ സെറ്റ് ഓഫ് ഔട്ട്കംസ് ഓർ കോമ്പിനേഷൻ ഓഫ് ഔട്ട്കംസ്. ഇപ്പോ ഒരു ഡൈ ടോസ് ചെയ്യുമ്പോൾ ഈവൻ നമ്പേഴ്സ് കിട്ടണം. അപ്പൊ 2, 4, 6 ഉണ്ട്, അതൊരു ഇവന്റ് ആണ്. ഓക്കെ, സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ പോസിബിൾ ഔട്ട്കംസിന്റെയും കൂടെ സെറ്റിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും എന്തായാലും ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് ഇപ്പോ ഒരു കോയിൻ ടോസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. അത് രണ്ടും കൂടെ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഒരു കേളി ബ്രാക്കറ്റിൽ എഴുതുന്നതാണ് സാമ്പിൾ സ്പേസ്. ശരിയല്ലേ? ഇനി എന്താണ് യൂണിയൻ, എന്താണ് ഇന്റർസെക്ഷൻ? ഇത്രയും ഓർത്ത് വയ്ക്കാം. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ഇപ്പൊ 2 ഇവന്റുകളുടെ യൂണിയൻ ആണ് എഴുതുന്നതെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുക? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഇവന്റ്. അതായത് ആ 2 ഇവന്റുകളിൽ അറ്റ്ലീസ്റ്റ് ഒരെണ്ണത്തിലെങ്കിലും ഉള്ളത് യൂണിയനിൽ ഉണ്ടാവും. സോ യൂണിയൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലമാറ്റിക് അപ്രോച്ചിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് അറ്റ്ലീസ്റ്റ് എന്ന് പറയുന്ന വേർഡാണ്.
അപ്പൊ ആ ക്വസ്റ്റിനകത്ത് അറ്റ്ലീസ്റ്റിന്റെ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അത് യൂണിയൻ ആയിരിക്കും. അപ്പോ കുറഞ്ഞത് ഒരു ഇവന്റിൽ വന്നാലും ആ യൂണിയനിൽ അത് ഉണ്ടാവും. അതാണ് ശരിക്കും. പക്ഷെ നമ്മൾ എല്ലാരും പഠിച്ചു വെക്കുന്നത് എ യൂണിയൻ ബി രണ്ടും കൂടെ അങ്ങ് കൂട്ടി എഴുതിയാൽ മതി, അങ്ങനെയാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് എന്ന് വേണം നമ്മൾ പഠിച്ചു വെക്കാൻ, എന്നാലേ നമുക്കൊരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാലോ, ബോത്ത് ഓഫ് ദ ഇവന്റ്സ്, രണ്ട് ഇവന്റുകളുടെ ഇന്റർസെക്ഷൻ ആണ് എഴുതുന്നതെങ്കിൽ രണ്ടിലും ഉണ്ടെങ്കിലേ ഇന്റർസെക്ഷനിൽ എഴുതാൻ പറ്റുള്ളൂ. സോ യൂണിയൻ എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് മനസ്സിൽ വരണം. ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ ബോത്ത് ഓഫ് ദ ഇവന്റ്സ് എന്നുള്ള കൺസെപ്റ്റ് മനസ്സിൽ വരണം. ഓക്കെ, ഇനി അടുത്തത് what do you mean by an exhaustive events? Exhaustive events, mutually exclusive events, equally likely events, independent events. ഈ 4 കോൺസെപ്റ്റ്സ് നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയിരിക്കണം. ബിക്കോസ് ഇതേപോലെ ഡെഫിനിഷൻസ് ചോദിക്കാറുണ്ട്. എന്താണ് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്? എ സെറ്റ് ഓഫ് ഇവന്റ്സ് where at least one of the events must occur while performing an experiment. അതാണ് at least യൂണിയൻ. അതായത് ഒരു 10 ഇവന്റുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ 10 ഏതെങ്കിലും ഒരു റാൻഡം എക്സ്പെരിമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് 10 ഇവന്റുകൾ ഉണ്ടെങ്കിൽ 10 ഇവന്റുകളുടെയും കൂടെ യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടണം? ദ എൻറ്റയർ കംപ്ലീറ്റ് സാമ്പിൾ സ്പേസ് കിട്ടണം. അതായത് കണ്ടോ, A1 A2 എക്സെട്ര AK എന്ന് പറഞ്ഞിട്ട് K ഇവന്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. ആ ഇവന്റുകളുടെ എല്ലാം കൂടെ യൂണിയൻ കൺസിഡർ ചെയ്യുമ്പോൾ ദ എൻറ്റയർ സാമ്പിൾ സ്പേസ് നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് അതിനെ എക്സ്ഹോസ്റ്റീവ് എന്ന് വിളിക്കാം. ഇനി എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്? ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്നുള്ള കോൺസെപ്റ്റ് അങ്ങനെ കേൾക്കുന്നതിനേക്കാളും കൂടുതലും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കേൾക്കാറുള്ളത് അല്ലെങ്കിൽ കാണാറുള്ളത് ഡിസ്ജോയിന്റ് ഇവന്റ്സ് എന്നാണ്. അപ്പൊ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റിന്റെ വേറൊരു പേരാണ് ഡിസ്ജോയിന്റ് ഇവന്റ്സ്. അപ്പൊ എന്താണ് ഡിസ്ജോയിന്റ് ഇവന്റ്സ്? cannot happen at the same time. ഒരേ സമയത്ത് സംഭവിക്കാൻ പാടില്ല. സൈമൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യാൻ പാടില്ല. സൈമൾട്ടേനിയസ് ആയിട്ട് സെയിം ടൈമിൽ ഒക്കർ ചെയ്യാൻ പാടില്ല. സെയിം ടൈമിൽ ഒക്കർ ചെയ്യാൻ പാടില്ല. അതായത് ഹെഡും ടെയിലും കൂടെ ഒരൊറ്റ ട്രയലിൽ കിട്ടില്ലല്ലോ. അപ്പൊ അതെന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്ത അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് ആയിട്ടുള്ളതിന് ഒരു എക്സാമ്പിൾ ഒക്കെ ചോദിച്ചാൽ നമുക്ക് കാർഡിന്റെ പ്രോബ്ലംസ് ഒക്കെ പറയാം. കാർഡിന്റെ പ്രോബ്ലംസിൽ മിക്കവാറും ഡിസ്ജോയിന്റ് അല്ലാത്ത ഇവന്റുകൾ വരാറുണ്ട്. അപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കാത്തതാണ് ഡിസ്ജോയിന്റ് ഇവന്റ്സ്. ഇപ്പൊ അതിനെ പ്രോബബിലിറ്റിയുടെ ടേമിൽ പറയുകയാണെങ്കിൽ, അതായത് ഒരേ സമയത്ത് സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ ഒന്നിച്ച് സംഭവിക്കുന്നില്ല എന്ന് വെച്ചാൽ ഇന്റർസെക്ഷൻ ഇല്ല. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഇപ്പം എയും ബിയും ഡിസ്ജോയിന്റ് ആണോ എന്ന് നോക്കണമെങ്കിൽ അത് എങ്ങനെയായിരിക്കണം? എയും ബിയും ഒരേ സമയത്ത് സംഭവിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അതിന് രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ള പോയിന്റുകൾ ഉണ്ടാവാൻ പാടില്ല. സോ ആ പ്രോബബിലിറ്റി 0 ആയിരിക്കും. അപ്പോ നമുക്കിപ്പോ ചില പ്രോബ്ലംസിൽ ഈ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0 ആയാൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ചില പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ട് തന്നിരിക്കുന്ന ഇവന്റുകൾ ഡിസ്ജോയിന്റ് ആണോ എന്ന് നോക്കണം. അവിടെയൊക്കെയാണ് ഈ ടേംസിന്റെ ആവശ്യം നമുക്ക് ശരിക്കും വരുന്നത്. മനസ്സിലായില്ലേ? അടുത്തത് ഈക്വലി ലൈക്ലി ഇവന്റ്സ്. എന്താണ് ഈക്വലി ലൈക്ലി ഇവന്റ്സ്? ഒന്നുമില്ല, ഒരു കോമ്പറ്റേറ്റീവ് മെന്റാലിറ്റിയിൽ ഇത്രയും ഓർത്തിരുന്നാൽ മതി. രണ്ടോ അതിൽ കൂടുതലോ ഇവന്റുകൾ ഈക്വലി ലൈക്ലി ആണെന്ന് പറയണമെങ്കിൽ there is an equal chance of occurring. അതെല്ലാം സംഭവിക്കാനുള്ള ചാൻസ് ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ചാൻസ് ഓഫ് ഒക്കറിങ് ആയിരിക്കണം. അപ്പൊ ചോദിക്കും, അങ്ങനെ അല്ലാത്ത എക്സ്പെരിമെന്റ് ഉണ്ടോ? ഇപ്പൊ കോയിൻ ടോസ് ചെയ്യുന്നത്, ഡൈ ടോസ് ചെയ്യുന്നത് ഒക്കെ ഈക്വലി ലൈക്ലി ആണ്. പക്ഷെ ഈക്വലി ലൈക്ലി അല്ലാത്ത ഇവന്റുകളും ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വെതർ കണ്ടീഷൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഗെറ്റിംഗ് ചാൻസ് ഓഫ് റെയിൻ വേഴ്സസ് സൺഷൈൻ. റെയിനും സൺഷൈനും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെതർ ആള് പ്രെഡിക്റ്റ് ചെയ്യാണ് 0% ചാൻസ് ഓഫ് റെയിൻ എന്ന് വെച്ചാൽ എന്താ? അവിടെ റെയിൻ ഉള്ള ചാൻസ് തീരെ കുറവാണ്. അതായത് പ്രോബബിലിറ്റി 0 ആണ്. അറ്റ് ദ സെയിം ടൈം സൺഷൈൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ തന്നെ ഈക്വൽ ചാൻസ് അല്ല എന്ന് മനസ്സിലായില്ലേ? ചാൻസ് മീൻസ് പ്രോബബിലിറ്റി. സോ അതാണ് ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? Several events are said to be independent if the happening of an event is not affected by the happening of one or more events. ഒരു ഇവന്റ് സംഭവിക്കാനുള്ള ചാൻസ്
മറ്റ് ഇവന്റുകളുടെ ഒക്കുറൻസിന് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അതാണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. ഇനി ഇത് പ്രോബ്ലമാറ്റിക് ആയിട്ട് നമുക്ക് എവിടെയാണ് ആവശ്യം വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് ഇവന്റുകൾ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. അപ്പോ ഇൻഡിപെൻഡന്റ് എന്ന് ഒരു പ്രോബ്ലം വായിച്ച് മനസ്സിലായാൽ ഇത് ഉപയോഗിക്കാം. ഡിസ്ജോയിന്റ് എന്നൊരു പ്രോബ്ലം വായിച്ച് മനസ്സിലായാൽ ഇത് ഉപയോഗിക്കാം. എക്സോസ്റ്റീവ് എന്നൊരു പ്രോബ്ലം വായിച്ച് മനസ്സിലായാൽ ഇത് ഉപയോഗിക്കാം. സോ അതിനു വേണ്ടി മാത്രമാണിത്. ഓക്കെ, ഇനി അപ്പൊ ബേസിക്സ് ആയിട്ട് തത്കാലം ഈ ലാസ്റ്റ് മിനിറ്റില് ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ ഇത്ര അറിഞ്ഞാൽ മതി. ഇനി നമ്മൾ അറിയേണ്ടത്, നമുക്ക് ചില പ്രോബ്ലംസ് വായിച്ച്, ഇപ്പൊ ഞാൻ തന്നെ 2018 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തിട്ട സമയത്ത് ചില പ്രോബബിലിറ്റിയുടെ പ്രോബ്ലംസ് വായിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇവന്റുകളെ ആക്കി എടുക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അതായത് ഇങ്ങനെ സെന്റൻസ് ആയിട്ടായിരിക്കും അവർ തന്നിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ സിമ്പിളിലായിട്ട് മാറ്റി എടുക്കേണ്ട സിറ്റുവേഷൻസ് വരും. ഒരുപാട് കുട്ടികളും ഒരു പ്രോബ്ലം അറ്റൻഡ് ചെയ്യാത്തത് അങ്ങനെ ആക്കി എടുക്കാൻ അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ അതാണ് നമ്മൾ അറിയേണ്ടത്. ഫസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ ഇവന്റ്സ് എ ഓർ ബി ഓക്കേഴ്സ്. എയോ ബിയോ ഏതെങ്കിലും ഒരെണ്ണം സംഭവിച്ചാൽ, അതല്ലേ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് യൂണിയൻ. യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉണ്ടെങ്കിലും യൂണിയനിൽ ഉണ്ടാവും. അപ്പൊ അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞ് എവിടെങ്കിലും കണ്ട എന്ത് ചെയ്യണം? സെന്ററിൽ യൂണിയൻ കൊടുത്തോ. ഇനി ബോത്ത് ഓഫ് ദി ഇവന്റ്സ് എന്നാണ് കാണുന്നതെങ്കിലോ അപ്പൊ തന്നെ ഇന്റർസെക്ഷൻ കൊടുത്തോണം. പിന്നെ അവിടെ കൂടുതൽ ചിന്തിച്ചൊന്നും നമ്മുടെ സമയം കളയരുത്. ഇനി നൈദർ എ നോർ ബി. ഈ നൈദർ അതായത് സംഭവിച്ചില്ല എന്ന് പറയുന്നത് എപ്പോഴാണ്? അതായത് ഒരു ഇവന്റ് എ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റാൻഡം എക്സ്പെരിമെന്റ് ഉണ്ട്. ആ റാൻഡം എക്സ്പെരിമെന്റിന് ഒരു വലിയ സാമ്പിൾ സ്പേസ് ഉണ്ട്. ഓക്കെ, കുറെ ഇവന്റുകൾ, ഒരു ഔട്ട്കംസ് ഉണ്ട്. ഇതിനകത്തുനിന്ന് നമ്മൾ ഒരു ഇവന്റ് എ എടുത്തു. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ ഇല്ലാത്തതും സാമ്പിൾ സ്പേസിൽ ഉള്ളതും. ശരിയല്ലേ? എയിൽ ഇല്ലാത്തതും സാമ്പിൾ സ്പേസിൽ ഉള്ളതും, അതാണ് എന്തെന്ന് പറയുന്നത്? കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പോ എ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ? ഇറ്റ്സ് കോംപ്ലിമെന്റ്. എയിൽ ഇല്ല, എ സംഭവിച്ചിട്ടില്ല. നൈദർ എ സംഭവിച്ചിട്ടില്ല, നോർ ബി ബിയും സംഭവിച്ചിട്ടില്ല. സോ എയും ഇല്ല ബിയും ഇല്ല. അപ്പൊ കോംപ്ലിമെന്റ് വേണം, ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ കൺസിഡർ ചെയ്യാം. ഇനി നൈദർ എ നോർ ബി ഒക്കേഴ്സ്. എയും സംഭവിച്ചിട്ടില്ല ബിയും സംഭവിച്ചിട്ടില്ല. അതായത് ബോത്ത് ഇവന്റ്സ് ഹാപ്പൻ ചെയ്തിട്ടില്ല. അപ്പോഴും അവിടെ ബോത്താ വന്നേ. സോ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇവന്റ് എ ഒക്കേഴ്സ് ബട്ട് ബി ഡസ് നോട്ട് ഒക്കേഴ്സ്. എ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ബി സംഭവിച്ചിട്ടില്ല. അപ്പോ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, ബിക്കോസ് ബിക്ക് നെഗറ്റിവിറ്റി ആണല്ലോ. സോ ബി കോംപ്ലിമെന്റ്. ഓക്കെ, എ ഒക്കോർ ചെയ്തിട്ടുണ്ട് പക്ഷെ ബി ഇല്ല. ഇനി ഒരു 4 എണ്ണം ഉണ്ട്, ഞാൻ അതിൽ എഴുതിയിട്ടില്ല, നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓൺലി എ ഒക്കേഴ്സ്, ബോത്ത് എ ആൻഡ് ബി ഒക്കേഴ്സ് ബട്ട് നോട്ട് സി ഒക്കേഴ്സ്, വൺ ആൻഡ് നോ മോർ ഒക്കേഴ്സ്, നൺ ഒക്കേഴ്സ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് ഓൺലി എ ഒക്കേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ, ബിയും സിയും സംഭവിക്കാൻ പാടില്ല. എ മാത്രമേ സംഭവിക്കാൻ പാടുള്ളൂ. അപ്പൊ അതൊന്ന് എഴുതി നോക്കൂ. ബോത്ത് എ ആൻഡ് ബി ഒക്കേഴ്സ്. എയും ബിയും സംഭവിക്കാം പക്ഷേ സി സംഭവിക്കരുത്. വൺ ആൻഡ് നോ മോർ ഒക്കേഴ്സ്. ഒരെണ്ണേ സംഭവിക്കാൻ പാടുള്ളൂ, ബാക്കി സംഭവിക്കരുത്. ആദ്യത്തെ 2 എണ്ണം സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. പക്ഷെ മൂന്നാമത്തതിന് 3 സിറ്റുവേഷൻസ് അറൈസ് ചെയ്യാം. ഒന്ന്, വൺ ആൻഡ് നോ മോർ ഒക്കേഴ്സ്. അത് ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. എ ആണോ ബി ആണോ സി ആണോ ഒക്കർ ചെയ്യാൻ പറ്റുന്നതെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ വൺ ആൻഡ് നോ മോർ, എ മാത്രമേ ഒക്കർ ചെയ്തുള്ളെങ്കിലോ ബിയും സിയും വരരുത്. ഇനി ബി മാത്രമാണ് ഒക്കർ ചെയ്യുന്നതെങ്കിലോ എയും സിയും സംഭവിക്കരുത്. ഇനി സി മാത്രമാണ് ഒക്കർ ചെയ്യുന്നതെങ്കിലോ എയും ബിയും സംഭവിക്കരുത്. ശരിയല്ലേ? അപ്പൊ 3 ചാൻസസ് ഉണ്ട് അവിടെ. ശരിയല്ലേ? പിന്നെ അതിലേതെങ്കിലും ഒക്കെ ഒന്നേ വരുള്ളൂ. അപ്പോ ഒന്നുകിൽ എ മാത്രം സംഭവിക്കാം, ഓർ അല്ലെങ്കിൽ ബി മാത്രം സംഭവിക്കാം, ഓർ അല്ലെങ്കിൽ സി മാത്രം സംഭവിക്കാം. അങ്ങനെ വേണം ആ ഇവന്റിനെ മെൻഷൻ ചെയ്യാനായിട്ട്. ഇനി എവിടെയെങ്കിലും ഓർ കണ്ടാൽ അവിടെ യൂണിയൻ കൊടുത്തോണം, എവിടെയെങ്കിലും ആൻഡ് കണ്ടാൽ അവിടെ ഇന്റർസെക്ഷൻ കൊടുത്തോണം. ഇതും കൂടെ ട്രിക്സ് ആയിട്ട് ഓർത്തിരിക്കാം.
അപ്പൊ ഇത്രയും ട്രിക്കുകളാണ് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള വളരെ ചെറിയ പ്രോബ്ലംസ് ചെയ്യാൻ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. വളരെ ചെറിയ പ്രോബ്ലംസേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന് ചോദിക്കുള്ളൂ. ഡിഗ്രി ബേസ് ആയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പൊ അത്രേ ചോദിക്കുള്ളൂ. അപ്പൊ ഇത്രയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അറിഞ്ഞാൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ഓക്കെ, ആ 4 എണ്ണം നിങ്ങളൊന്ന് എഴുതി നോക്കുക, എന്നിട്ട് കമന്റ് ബോക്സിൽ ഇട്ടോ. ഇനിയിപ്പോ അതല്ല, അതിന്റെ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോ, ഞാൻ ആൻസർ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, 4 ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്തായിരിക്കും? 2 events are said to be independent if ഇൻഡിപെൻഡന്റ് ആവുന്ന എപ്പോഴാ? ഒന്ന് മറ്റൊന്നിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. സോ one does not affect the occurrence of the other. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ആദ്യത്തെ എന്തായിരിക്കും? Each outcome has equal chance of occurrences, equally likely. There is no common point in between them. അത് ഇന്റർസെക്ഷൻ അത് കോമൺ ഇല്ല എന്നുള്ളൊരു മീനിങ്ങേ ഉള്ളൂ. അപ്പൊ എന്താ വരിക അവിടെ? ഡിസ്ജോയിന്റ് ആണ്. അപ്പൊ ഓരോന്നിനും ഓരോന്നും ഉണ്ട്. നമ്മുടെ ആൻസർ സി ആണ്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയുടെ ആവശ്യം എല്ലാവർക്കും വരുമോ എന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ പ്രോബബിലിറ്റി അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർ ഈ വീഡിയോസ് കാണണമെന്നില്ല, ഈ വീഡിയോ കാണണമെന്നില്ല. അടുത്ത നെക്സ്റ്റ് വീഡിയോ മുതൽ കണ്ടാലും മതിയാവും. ഇത് ഞാൻ തീരെ അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് മൊമെന്റിൽ തീരെ അറിയാത്ത ഒരാൾക്ക് എങ്ങനെ പ്രോബബിലിറ്റി അറ്റൻഡ് ചെയ്യാനെങ്കിലും പഠിക്കാം എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ, പ്രോബബിലിറ്റിയെ പറ്റി എന്തെങ്കിലും അറിയാവുന്ന ആൾക്കാർ പ്ലീസ് സ്കിപ്പ് ദിസ് വീഡിയോ. ഓക്കെ, otherwise follow this video. Okay, അപ്പോൾ thank you for watching and wait for the next video.